മലയാള സിനിമയെ സംബന്ധിച്ച് അമ്മ സംഘടനയെ സംബന്ധിച്ച് ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അൻസിബ. അതായത് ഇപ്പോഴത്തെ അമ്മ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അതിൽ ടിനി ടോമിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ അതിൽ മതതീവ്രവാദിയാക്കാൻ ശ്രമിക്കുന്നു, ഒപ്പം മറ്റൊരു അംഗത്തെ തല്ലാൻ വേണ്ടി ടിനി ടോം പോകുന്നൊരു സാഹചര്യം, അസഭ്യവർഷം സംഭവം നടന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും പറയുന്നത്. തന്നെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള അവിഹിത കഥകൾ പറയുന്നു. അതുകൊണ്ടുകൂടിയാണ് അമ്മയിൽ നിന്ന് രാജിവെച്ചത് എന്നുള്ളത് അൻസിബ തുറന്നു പറയുകയാണ്. അൻസിബയെ സംബന്ധിച്ച് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് രാജി എന്നുള്ളതായിരുന്നു ഇതിനു മുൻപ് പറഞ്ഞിരുന്നത്. ആ രാജിയുടെ സമയത്ത് പറഞ്ഞിരുന്നത്. അതിൽ തന്നെ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. കാരണം അൻസിബ പറയുകയായിരുന്നില്ല, കാരണം അത്രയൊരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു പോസ്റ്റിൽ നിന്ന് അവർ രാജിവെച്ച് പോകുമ്പോൾ അവരായിട്ട് പറയുകയായിരുന്നില്ല, മറിച്ച് ശ്വേതാ മേനോൻ ഒരു സ്വാഭാവികമായിട്ടും അതിൽ അൻസിബ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളത് പറയുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിലൊരു വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇതാണ് കാരണം എന്നുള്ളത് അൻസിബ പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ടിനി ടോം ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. അൻസിബ സഹോദരിയെ പോലെയാണ്, താൻ വാർത്ത വന്നപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞത് എന്നുള്ളതാണ്. അമ്മയെ സംബന്ധിച്ച് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം. തനിക്ക് ഇന്നലെ 2 മണിക്ക് മാത്രമാണ് അമ്മയിലേക്ക് ഇങ്ങനത്തെ ഒരു പരാതി പറഞ്ഞുകൊണ്ട് അൻസിബയുടെ മെയിൽ വന്നത്. അതിന് തൊട്ടുപുറകെ തന്നെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് അമ്മയെ സംബന്ധിച്ച് ശ്വേതാ മേനോൻ ഇന്നലെ പറയുകയും ചെയ്തത്. കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നുണ്ടാകും. കാരണം നേരിട്ട് അൻസിബ ഇത് കേട്ട ഒരു കാര്യം എന്നുള്ളത് നിലയ്ക്കല്ല പറഞ്ഞിരിക്കുന്നത്. നീന കുറുപ്പ് തന്നെ കുറിച്ച് ടിനി ടോം ഇങ്ങനെ പറയുന്നു എന്നുള്ളത് പറയുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നടന്നതൊരു പരദൂഷണം എന്നുള്ളത് കൂടി ടിനി ടോം പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തത വരുത്താവുന്ന രീതിക്കുള്ള കത്തുകൾ ഉൾപ്പെടെ ഇന്ന് പുറത്തു വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും തീർച്ചയാണ്. പുതിയ ഈ ഒരു നേതൃത്വം വന്നതിന് ശേഷം തന്നെ തുടരെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ കുക്കു പരമേശ്വരനെയൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ടിനി ടോം വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരിച്ച് ടിനി ടോമിനെതിരെ അൻസിബ വലിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ